അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കിന്ന് 5ാം ക്ലാസ്സുകാർക്ക് പൊതുപരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഫിഖ്ഹിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ചോദ്യം 1 തിരഞ്ഞെടുക്കുക. ബ്രാക്കറ്റിലെ ഓപ്ഷൻസ് ദുൽഹിജ്ജ 9, അഫ്തർതു 9 തക്ബീർ, 7 തക്ബീർ എന്നിങ്ങനെ നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം അറഫ ദിവസം ഡാഷ്. ഉത്തരം ദുൽഹിജ്ജ 9. ദുൽഹിജ്ജ 9-നാണ് അറഫ ദിവസം. 2 അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്കിക ഡാഷ്. ഉത്തരം അഫ്തർതു. അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്കിക അഫ്തർതു. 3 പെരുന്നാൾ ഒന്നാം ഖുത്ബയിൽ ഡാഷ്. ഉത്തരം 9 തക്ബീർ. ഇവിടെ ചോദ്യം നന്നായി ശ്രദ്ധിക്കണം. പെരുന്നാൾ ഖുത്ബയിലെ 9 തക്ബീറാണ്. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഒന്നാമത്തെ റക്അത്തിലാണ് 7 തക്ബീർ ഉള്ളത്. ചോദ്യം 4 പെരുന്നാൾ നിസ്കാരം ഒന്നാം റക്അത്തിൽ ഡാഷ്. ഉത്തരം 7 തക്ബീർ. പെരുന്നാൾ ഒന്നാം ഖുത്ബയിലെ 9 തക്ബീർ, രണ്ടാം ഖുത്ബയിലെ 7 തക്ബീർ, പെരുന്നാൾ നിസ്കാരത്തിലെ ഒന്നാം റക്അത്തിൽ 7 തക്ബീർ, രണ്ടാം റക്അത്തിലെ 5 തക്ബീർ. അപ്പോൾ ഇത് നന്നായിട്ട് ശ്രദ്ധിച്ച് ഈ 4 കാര്യങ്ങളും മനസ്സിലാക്കി വെക്കുക, തെറ്റിപ്പോകരുത്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റിയാണ് പറയുന്നത്. ഉത്തരം എഴുതാം. താഴെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ശരിയായിട്ട് എഴുതാം. ഒന്നാമത്തെ ചോദ്യം തറാവീഹ് നിസ്കാരത്തിൻ്റെ സമയം എപ്പോൾ? ഉത്തരം ഇശാ നിസ്കരിച്ച ശേഷം സുബ്ഹ് വരെയാണ് അതിൻ്റെ സമയം. ചോദ്യം 2 ഖുത്ബ കേൾക്കുന്നവർക്ക് സുന്നത്താണ് എന്തെല്ലാം? ഉത്തരം ഖുത്ബ ശ്രദ്ധിച്ച് കേൾക്കുക, ദുആവുകൾക്ക് ആമീൻ പറയുക, നബിയുടെ പേരോ സിഫത്തുകളോ കേൾക്കുമ്പോൾ മിതമായ ശബ്ദത്തിൽ സ്വലാത്ത് ചൊല്ലുക, സ്വഹാബത്തിനെ പറയുമ്പോൾ പതുക്കെ റളിയല്ലാഹു അൻഹു എന്ന് പറയുക തുടങ്ങിയവയൊക്കെ ഖുത്ബ കേൾക്കുന്നവർക്കുള്ള സുന്നത്തുകളാണ്. ചോദ്യം 3 ഫാത്തിഹ മടക്കി ഓതൽ നിർബന്ധമാണ് എപ്പോൾ? ഉത്തരം ഫാത്തിഹയുടെ ഇടയിൽ നിസ്കാരവുമായി ബന്ധമില്ലാത്ത ദിക്റുകൾ കൊണ്ടുവരികയോ കാരണമില്ലാതെ ദീർഘമായി മൗനം പാലിക്കുകയോ ചെയ്താൽ ഫാത്തിഹ മടക്കി ഓതൽ നിർബന്ധമാണ്. ടെക്സ്റ്റ് ബുക്കിലെ 12ാമത്തെ പാഠമായ ഖിറാഅത്തുൽ ഫാത്തിഹയിലെ ലാസ്റ്റ് ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ ഇതിൻ്റെ ഉത്തരമുണ്ട്. അത് നോക്കി പഠിക്കാം. ചോദ്യം 4 നിസ്കാരത്തിൻ്റെ നിയ്യത്തിൽ സുന്നത്താണ് എന്തെല്ലാം? ഉത്തരം റക്അത്തുകളുടെ എണ്ണം, അദാ, ഖളാ എന്നിവ വെളിവാക്കലും, കിബിലക്ക് മുന്നിട്ട് അള്ളാഹുവിന് വേണ്ടി എന്ന് കരുതലും, നിയ്യത്ത് ഉച്ചരിക്കലും സുന്നത്താണ്. 10ാമത്തെ പാഠമായ അർക്കാനു സ്വലാത്തി വ സുനനുഹ എന്ന പാഠത്തിൽ 3ാമത്തെ പാരഗ്രാഫ്, അതാണ് ഉത്തരമായിട്ട് വരുന്നത്. അത് പഠിക്കുക. ഇനി 3ാമത്തെ ആക്ടിവിറ്റിയാണ് പൂരിപ്പിക്കാം. ഒന്നാമത്തെ ചോദ്യം റബ്ബി ഔഫർലി ഡാഷ് വാഫിനി. 14ാമത്തെ പാഠം അസുജൂദു മറത്തൈനി എന്നതിൽ അവസാനത്തെ പാരഗ്രാഫിൽ വരുന്നുണ്ട് റബ്ബി ഔഫർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹദിനി വാഫിനി. അക്ഷരത്തെറ്റില്ലാതെ എഴുതാൻ പഠിക്കണം. ഇനി അടുത്തത് ചോദ്യം 2 സുബ്ഹാനല്ലാഹി ഡാഷ് വല്ലാഹു അക്ബർ. ഇതിൻ്റെ ഉത്തരം 18ാമത്തെ പാഠമായ സ്വലാത്തുൽ ഈദൈനി. ആ പാഠത്തിൽ വരുന്നുണ്ട്. ഫസ്റ്റത്തെ പാരഗ്രാഫിൽ തന്നെയാണ് ഉത്തരം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇനി അവസാനത്തെ ആക്ടിവിറ്റിയാണ് അർത്ഥം എഴുതുക. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യുസല്ലി ഫി റമളാന 20 റക്അത്തൻ സിവൽ വിത്രി. ഇതിൻ്റെ ഉത്തരം നമ്മുടെ 17ാമത്തെ പാഠമായ സ്വലാത്തു തറാവീഹ് എന്ന പാഠത്തിൽ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ വരുന്നുണ്ട്. ഉത്തരം നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ വിത്ർ കൂടാതെ 20 റക്അത്ത് നിസ്കരിക്കുന്നവരായിരുന്നു. കൂട്ടുകാർക്കെല്ലാം പൊതുപരീക്ഷയ്ക്ക് ഉന്നത വിജയം ലഭിക്കട്ടെ.
ഇൻഷാ അല്ലാ ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ ബെൽ ബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. അസ്സലാമു അലൈക്കും.